രൂപതയുടെ സുവർണ ജൂബിലിയോടും ഏഞ്ചൽസ് വില്ലേജിലുള്ള ആശാനിലയം സ്പെഷ്യൽ സ്കൂളിന്റെ സുവർണ ജൂബിലിക്കുള്ള ആരംഭം കുറിച്ചുകൊണ്ടും രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വി കെയർ സെന്ററിന്റെ 20ാം വാർഷികവും കേരളത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കിയതിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ജനുവരി 23 മുതൽ 26 വരെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഏഞ്ചൽസ് വില്ലേജിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സർഗാത്മകതയും ക്രിയാശേഷിയും പ്രദർശിപ്പിക്കുവാൻ അവസരമൊരുക്കുന്ന ഒരു സംസ്ഥാനതല ഭിന്നശേഷി മികവുത്സവം സദ്ഗമയ 2025 ഏഞ്ചൽസ് എബിലിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഭിന്നശേഷി മേഖലയിൽ ഇത്തരമൊരു സമഗ്രമായ അവബോധമേളയും പ്രദർശനവും കേരളത്തിൽ ആദ്യമായാണ് നടക്കുന്നത്. പരിമിതികളെ അതിജീവിച്ച ഭിന്നശേഷിക്കാരുടെ ജീവിത വിജയങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രദർശനത്തിനൊപ്പം 60 വർഷങ്ങൾ പൂർത്തിയാവുന്ന കേരളത്തിലെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ വിശേഷ വിദ്യാഭ്യാസ മേഖലയുടെ നാളിതുവരെയുള്ള വികാസ പരിണാമങ്ങളുടെ ചരിത്രവും ഒരു വ്യക്തിയുടെ വളർച്ചാ വികാസ വ്യതിയാനം കണ്ടെത്തുന്നതു മുതൽ ആ വ്യക്തിയുടെ ജീവിതാവസാനം വരെ സംരക്ഷണം നൽകുവാനായി സർക്കാരിതര മേഖലയിൽ ഇന്ന് ലഭ്യമായ എല്ലാ സേവനങ്ങളെയും സംവിധാനങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഈ എബിലിറ്റി മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാരുടെ കലാസന്ധികൾ, എബിലിറ്റി കാർണിവൽ, ഫുഡ് ഫെസ്റ്റിവൽ, ഫാം വിസിറ്റ് തുടങ്ങിയവയും സദ്ഗമ 2025 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സദ്ഗമയ 2025 ഏഞ്ചൽസ് എബിലിറ്റി ഫെസ്റ്റിവലിനെ കുറിച്ച് സംഘാടക സമിതി ചെയർമാൻ ഫാദർ റോയ് മാത്യു വടക്കേൽ ഷെക്കിന ന്യൂസിനോട് വ്യക്തമാക്കി. കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ച് രൂപത 1977 ആരംഭിച്ചിട്ട് രൂപതയുടെ ആദ്യത്തെ ഒരു ഭിന്നശേഷി സ്ഥാപനം എന്ന നിലയിൽ 79 ആരംഭിച്ചതാണ് ആശാനിലയം എന്നുള്ള സ്പെഷ്യൽ സ്കൂൾ. ആശാനിലയത്തിൻ്റെ കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം ആയുള്ള യാത്രയുടെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രൂപത ഒന്നാകെ ഒന്നു ചേർന്ന് ആണ് ഈ ഒരു ഉത്സവത്തിന് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ അച്ഛാ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏകദേശം ഇപ്പം കേരളത്തിലെ 300ഓളം സ്കൂളിൽ നിന്ന് കുട്ടികളുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എത്ര പേരെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ 10,000 കണക്കിന് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് കരുതുക. കേരളത്തിലെ 300ഓളം വരുന്ന ബുദ്ധിപരമായ പരിമിതിയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം വിവിധ കാഞ്ഞിരപ്പള്ളി രൂപത ഒന്നാകെ എല്ലാ ഇടവകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വലിയ ഒരു ശതമാനം കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് തക്കലയിൽ നിന്ന് കുറേ ആൾക്കാർ ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റ് വിവിധ ഇതര ഇടങ്ങളിൽ നിന്നും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ മേഖലയിലുള്ള ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുതുമയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഈ മേഖലയ്ക്ക് ഇവിടെ ഒരു ഉണർവിന് കാരണമാകുന്ന ഒരു കാര്യമെന്ന നിലയിൽ നിലവിൽ വലിയ ഒരു പ്രോത്സാഹജനകമായ ഒരു പാർട്ടിസിപ്പേഷൻ്റെ അറിവാണ് നമുക്ക് നിലവിൽ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു പ്രോഗ്രാം വഴിയായിട്ട് നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? പൊതുസമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന സന്ദേശം, ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞ് ജനിച്ചു എന്നതുകൊണ്ട് അവർക്ക് പലവിധ പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഒരു പരിമിതിയായി നിൽക്കാതെ അവർക്ക് വേണ്ട ശിക്ഷണം വേണ്ട സമയത്ത് കൊടുത്താൽ അവരെ മറ്റേതൊരു പൗരനെയും പോലെ വളർത്തിയെടുക്കുവാൻ, മുഖ്യധാരയിൽ വളർത്തുവാൻ സാധിക്കും. ഉദാഹരണം, നമ്മൾ തന്നെ ആരംഭിച്ച ഏഞ്ചൽ ഷോപ്പിൽ വിവിധങ്ങളായ യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ചിലരുടെ വീട്ടിലെ ചെലവുകൾ മൊത്തം നടക്കുന്നത് പോലും ഈ ഷോപ്പിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ 100 കണക്കിന് കുട്ടികൾ വിവിധ സ്കൂളുകളിൽ നിന്ന് പരിശീലനം നേടി യുവതിയുവാക്കൾ ആയ അവർ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുകയും വിവാഹം കഴിച്ച് ജീവിക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളും പൊതുസമൂഹവും ഇവരെ മാറ്റി നിർത്താതെ ഇവർക്ക് കൊടുക്കേണ്ട അവസരങ്ങൾ യഥാവിധി നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ
ഇതൊരു പ്രോത്സാഹനമാകണം, ഇതൊരു ഇൻസ്പിറേഷൻ ആകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. അതിന് സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 300ഓളം സ്കൂളുകളിലെ കുട്ടികളും അവരുടെ അധ്യാപകരും ചേർന്ന് 10,000-ഓളം ആളുകൾ ഈ മേളയുടെ ഭാഗമായി വിവിധ പ്രദർശനങ്ങൾക്കും കലാപരിപാടികൾക്കും നേതൃത്വം നൽകുവാനും അവതരിപ്പിക്കുവാനുമായി എത്തിച്ചേരും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കാളികളാകും. ഷിക്കിനായി ന്യൂസ്, കോട്ടയം.